കൈതപ്പൂവുകൾ കനകമൊരുക്കും കിള്ളിപ്പുഴയോരം ആറ്റുകൾ ദേവി വാണരുളിയിടും അമ്പലമൊന്നുണ്ടേ. ഇത് ഭയങ്കര ഹിറ്റായി. 25 വർഷമായി. മണക്കാട് ഗോപൻ എന്നുള്ളൊരു രീതിയിൽ അറിയപ്പെടുന്ന ഭക്തിഗാനങ്ങൾ കൂടെയാണ്. അത് ആറ്റുകാൽ അമ്മയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. ഏകദേശം 1000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അനുകരിക്കാനായിട്ടുള്ള ഒരു ഇതല്ല, നമ്മുടെ ഒരു വോയിസ് ടോൺ അങ്ങനെയാണ്. അപ്പം SPB സാറിൻ്റെ പാട്ടുകൾ പാടുമ്പം അറിയാതെ നമുക്ക് ആ ഒരു ടോൺ ചില പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് അത് സാമ്യത വരാറുണ്ട്. തിരുമകൾ തിരുപ്പാദം പിടിത്ത് വിട്ടേ, ദിനം ഒരു പുതുപ്പാടൽ പഠിത്ത് വിട്ടേ, അഞ്ജലി അഞ്ജലി എന്നുയിർ കാതലി. നമസ്കാരം. ഈ SPB സാറിൻ്റെ ശബ്ദ സാമ്യതയാണ് മണക്കാട് ഗോപൻ എന്ന് പറയുന്ന സിംഗറെ വളരെയധികം ഫേമസ് ആക്കിയത്. അതായത് ഞാൻ ഈ ഗാനമേള ഫീൽഡിലോട്ട് വരുന്നത് തന്നെ 1988. അതിനു മുമ്പേ ഒരു 1-2 വർഷം നമ്മളെ മണക്കാട് സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് അക്ഷത മ്യൂസിക് എന്ന് പറഞ്ഞൊരു അമച്ചർ രീതിയിൽ ഇങ്ങനെ പാടാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. കുറച്ച് പ്രോഗ്രാംസൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെയാണ് ദേവരാ മാസ്റ്റർ അടുത്ത് പോകുന്നത്. അപ്പോൾ അതിവിടെ ഹൈലെവൻസ് ഓർക്കസ്ട്ര എന്നൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ തബലിസ്റ്റ് പ്രകാശ് ചേട്ടനാണ് ദേവരാ മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാഷാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗറാക്കുന്നത്. അപ്പോൾ ഇവിടെ അന്ന് ട്രിവാൻഡ്രത്ത് ഉള്ള ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടാനും പിന്നെ ഒരുപാട് പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെയൊക്കെ പാടാനായിട്ടുള്ള ഒരു അവസരം വന്നു ചേർന്ന അപ്പോഴാണ്. ട്രാക്ക് ദേവരാ മാഷ അങ്ങനെ തരങ്ങണി സ്റ്റുഡിയോ ഉള്ള സമയമായിരുന്നു. ലൈവ് റെക്കോർഡിംഗ് ഒക്കെ ഒരുപാട് അന്ന് കോറസൊക്കെയാണ് പാടാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രാക്കുകളും കുറേ അല്ലാതെ മാഷയുടെ തന്നെ ഫിലിംസിൻ്റെ ഹമ്മിങ് ഒക്കെ ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡിങ് വരുമ്പോൾ ഹമ്മിങ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പാടാനായിട്ടുള്ള അവസരങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഡിജിറ്റൽ യുഗം വന്നപ്പം പിന്നെ മൊത്തത്തിൽ റെക്കോർഡിങ്ങിൻ്റെ രീതിയെ മാറിയല്ലോ. അല്ലെങ്കിൽ ആദ്യകാലത്ത് ദേവരാ മാഷാണ് ശരിക്കും നമുക്കൊരു നല്ലൊരു പ്രൊഫഷണൽ സംഗീത രംഗത്തേക്ക് ഗാനമേള രംഗത്തേക്ക് ശരിക്കും നമുക്കൊരു ഓപ്പണിംഗ് തന്നത് ദേവരാ മാഷായിരുന്നു. ഞാൻ തുടക്കത്തിലെ മലയാളം പാട്ടുകൾ തന്നെ പാടിക്കൊണ്ടിരുന്നെങ്കിലും അപ്പോൾ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പ്രൊഫഷണലായിട്ട് പാടുന്നതിന് മുമ്പ് ഈ അമച്ചറായിട്ടുള്ള നമ്മളിങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അന്നത്തെ ഓർക്കസ്ട്രയിലുള്ള ചേട്ടന്മാർ ഗോപൻ തമിഴിലോട്ട് കൂടുതൽ അന്ന് ഗാനമേളയ്ക്ക് കൂടുതൽ അന്ന് ദാസാറിൻ്റെ പാട്ടുകൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ 90% ദാസാറിൻ്റെ പാട്ടുകൾ നല്ല പാട്ടുകളുമായിരുന്നു അന്ന് സിനിമയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതേപോലെ തമിഴിലും SPB സാറിൻ്റെ പാട്ടുകളായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി സിംഗർ എന്നുള്ള രീതിയിൽ തമിഴ് സിംഗറാണ്. തമിഴ് പാട്ടുകൾ കൂടുതലും SPB സാറിൻ്റെ പാട്ടിലായിരിക്കും പാടുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ 1-2 പ്രോഗ്രാമിന് ഞാൻ തമിഴ് പാട്ടുകൾ പാടി. അപ്പോൾ അത് കേട്ടിട്ട് ഇവർ പറഞ്ഞു, ഗോപൻ തമിഴിലോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഗോപൻ്റെ ഒരു വോയിസ് ടെക്സ്ചർ SPB സാറിന് ഒരു നല്ല സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ സാറിൻ്റെ പാട്ടുകൾ കൂടുതൽ കേൾക്കുകയും അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാം ഒന്നിനൊന്നാണ്. പ്രത്യേകിച്ച് ഇസൈജാനി നമ്മുടെ രാജാ സാറിൻ്റെ പാട്ടുകൾ ആ സമയത്ത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ രാജാ സാറിൻ്റെ പാട്ടുകൾ ഈ സിലോൺ റേഡിയോ കൂടെയൊക്കെ നമ്മൾ കേൾക്കുകയും പിൽക്കാലത്ത് നമ്മളെ എന്താ പറയുക SPB സാറിൻ്റെയും രാജാ സാറിൻ്റെയും പാട്ടുകളിൻ്റെ കോംബോ എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിൽ എല്ലാം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പം നമ്മൾ പാടിയില്ലെങ്കിലും എല്ലാ പാട്ടുകളും നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഭയങ്കര നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പോയ പാട്ടുകളാണ്. പിന്നെ അതെ നിലാവേവാ செல்லாதேவா என்னாலும் உன் பொன்வானம் நான் என்னை நீதான் பிரிந்தாலும் நினைவாலே அணைப்பே நிலாவேவா സെല്ലാദേവാ. അങ്ങനെ
എന്ന് പറഞ്ഞാൽ സാറിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുന്ന പാട്ടുകളെല്ലാം ആ ഒരു 80s 90s പാട്ടുകളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പാട്ടുകളാണ്. അദ്ദേഹത്തെ കണ്ടൊരു അനുഭവം. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, അപ്പം അങ്ങനെ നമ്മൾ SP സാറിൻ്റെ പാട്ടുകൾ പാടുകയും, അപ്പം അങ്ങനെ നമ്മൾ ഒരു വെറൈറ്റി സിംഗർ ആണെങ്കിൽ പോലും നമ്മൾ SP സാറിൻ്റെ പാട്ടുകൾ പാടുന്ന ഒരു സിംഗർ എന്നുള്ള ഒരു രീതിയിൽ ഒരു ലേബിള് പിൽക്കാലത്ത് എങ്ങനെയാണ്. അപ്പോൾ സാറിനെ നമ്മളിങ്ങനെ സാറിൻ്റെ പാട്ടുകൾ പാടി പാടി സാറ് നമ്മളെ ഒരു എന്താണ് മാനസ ഗുരുവായിട്ട് മാറി. മനസ്സിലായില്ലേ? സാറിൻ്റെ പാട്ടുകൾ പാടാത്ത ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് മിക്ക ദിവസവും പ്രോഗ്രാംസ് ഉള്ള സമയം കൂടെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു എനിക്കൊരു 98 കാലഘട്ടത്തിൽ സാറിവിടെ ട്രിവാൻഡ്രത്ത് പൂജപ്പുരയാണോ ചന്ദ്രശേഖര സ്റ്റേഡിയത്തോ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അന്ന് സാറിനെ നേരിട്ട് കണ്ടു. അപ്പം ഞാൻ ആ സമയത്ത് ഈ മനസ്സിലുള്ള ഇങ്ങനത്തെ കുറേ പാട്ടുകൾ, ഇപ്പം സംഗീതമേഘം എന്നുള്ളൊരു ആൽബം, സാറിൻ്റെ എനിക്കിഷ്ടമുള്ള കുറേ പാട്ടുകൾ, അത് എല്ലാവർക്കും എപ്പോൾ കേട്ടാലും ഇഷ്ടമുള്ള, ഇപ്പം ഇളയനില പൊഴുകിരതേ, അങ്ങനെ ഇളമയിന് പൂങ്കാറ്റ്, അപ്പം അങ്ങനെ ആ രീതിയിലുള്ള കുറച്ച് പാട്ടുകൾ, അതെല്ലാം കൂടെ ഒരു 7 പാട്ടുകൾ കാസറ്റ്, അന്ന് കാസറ്റാണ്, കാസറ്റ് റെക്കോർഡ് ചെയ്ത് അത് മാരുതി കാസറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ കാസറ്റാണല്ലോ, അന്ന് കാസറ്റ് ഏറ്റവും കൂടുതൽ വിൽപ്പന ഉള്ള സമയമായിരുന്നു. അപ്പോൾ അവർ ഓൾ കേരള അത് റിലീസ് ചെയ്ത് ലൈവാണ്. എന്ന് വെച്ചാൽ അന്ന് ഈ മലയാളം പാട്ടുകളൊക്കെ ലൈവ് പൊതുവെ ഇറങ്ങുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ് പാട്ടുകൾ ലൈവ് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ അത് ഈ ഉത്സവപ്പറമ്പിൽ ശരിക്കും ഈ സൗണ്ട് സിസ്റ്റം അവരാണ് ശരിക്കും അത് ഹിറ്റാക്കിയത്. എന്ന് വെച്ചാൽ അന്നത്തെ ഡിജിറ്റൽ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടായിരിക്കും ചുരുങ്ങിയ ആ ഒരു ഓർക്കസ്ട്രേഷനിൽ ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് എന്താ പറയുക, അതൊരു വലിയൊരു ഹിറ്റായി. പക്ഷെ എവിടെ പോയാലും അതിങ്ങനെ കേൾക്കുന്ന ഒരു രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് നല്ലൊരു മൈലേജ് ഉണ്ടാക്കിയ ഒരു വർക്കായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ആൽബത്തിൻ്റെ ഒരു കോപ്പി ഞാൻ സാറിന് കൊടുത്ത് അനുഗ്രഹം മേടിച്ചു. സാറ് ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞു തന്നെ. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നതല്ല SP സാറിൻ്റെ ഈ സംഗീത സാഗരം എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാറ് പാടി വിട്ട കുറച്ച് പാട്ട്, അതായത് ഇപ്പോൾ ഒരു പല ഇൻ്റർവ്യൂ പോലെയാണ്, കുറേ പാട്ടുകൾ സാറ് പാടി. അപ്പോൾ അതിൽ പാടാത്ത 4 പാടി വിട്ട പാട്ടുകൾ ഫുള്ളായിട്ട് കുറേ സിംഗേഴ്സ് പാടിയിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു 4-5 പാട്ടുകൾ പാടാനായിട്ട് വിളിച്ചായിരുന്നു. അപ്പം അത് ഈ ഒരുപാട് എന്താ പറയുക, ഒരുപാട് റിപ്പീറ്റേഷൻ അത് കാണിച്ച്, അപ്പോൾ അങ്ങനെ അത് നമുക്ക് നല്ലൊരു ഫെയിം ഉണ്ടാക്കി തന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അവാർഡ് ഫംഗ്ഷൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് കമൂറ ഫൗണ്ടേഷൻ്റെ ഒരു അവാർഡിനെ ഇപ്പോൾ സാറിൻ്റെ സണ്ണിലോ ശിവൻ സാറ് പറഞ്ഞു, ഗോപൻ SP സാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ വരുന്നുണ്ട്, അപ്പോൾ ഗോപനും വരൂ, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്നാണ്. അപ്പം അങ്ങനെ ഈ പ്രോഗ്രാം അവാർഡ് ഫംഗ്ഷൻ്റെ അടുത്ത ദിവസം വീട്ടിൽ പോയി സാറിനെ പരിചയപ്പെട്ടു, ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെയാണ് സാറിനെ അടുത്ത് കാണുന്നത്, പരിചയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിരവധി തവണ സാറുമായിട്ട് കാണാൻ പറ്റും. സാറ് പിന്നെ എന്താ പറയുക, സാറിന് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബ്രേഷൻ തന്നെയാണ്. പാടാൻ പറ്റില്ലേ? അതായത് ഞാൻ പറഞ്ഞത് ഈ സംഗീത സാഗരം അങ്ങനത്തെ ഒരു, സംഗീത സാഗരം റെപ്പിറ്റേഷനൊക്കെ വന്നു കഴിയുമ്പോൾ സാറ് ശ്രദ്ധിച്ചാണ്. പിന്നെ എൻ്റെ ഈ കാസറ്റ് അദ്ദേഹം കേട്ട് കാണും എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ പേരിലൊരു ഫാൻസ് അസോസിയേഷൻ, ഒരു ഫൗണ്ടേഷനുണ്ട്, SPB ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഒരു ഫൗണ്ടേഷനുണ്ട്, അത് ചെന്നൈയിലാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു മെമ്പർ പോലെ അവരുടെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ വർഷത്തിൽ ഒരിക്കൽ സാറാണ് എൻ്റെ രക്ഷാധികാരി. അപ്പോൾ ഓരോ സ്ഥലത്ത് വെച്ച് ഒരു ഗെറ്റ് ടുഗദർ കാണും. അപ്പോൾ അങ്ങനെ മധുരയിലും ചെന്നൈയിലും ഹൈദരാബാദിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നമുക്ക് ആ ഒരു എപ്പോഴും നമുക്കൊരു എല്ലാ പ്രോഗ്രാമും ഭയങ്കര നമുക്ക് എന്നും മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന രീതിയിലുള്ള കുറേ അനുഭവങ്ങൾ തന്നെയായിരുന്നു. കാതൽ വന്ന് തീണ്ടും വരെ ഇരുവരും തനിത്തനി കാതലിൻ പൊൻ സങ്കിലി ഇണൈത്തത് കൺമണി கடலிலே மழை வீழ்ந்த பின் எந்த துளி மழை துளி காதலில் அது போல நான் கலந்திட்டேன் காதலி
തിരുമകൾ തിരുപ്പാദം പിടിത്ത് വിട്ടേ, ദിനം ഒരു പുതുപ്പാടൽ പഠിത്ത് വിട്ടേ. അഞ്ജലി അഞ്ജലി എന്നുയിർ കാതലി, പൂവേ ഉൻ പാദത്തിൽ പുഷ്പാഞ്ജലി, പൊന്നേ ഉൻ പേருக்கு പൊന്നാഞ്ജലി, കണ്ണേ ഉൻ കുரலுக்கு ഗീതാഞ്ജലി, കൺകണ അഴകുக்கு കവിതാഞ്ജലി. അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി. അങ്ങനെ ഇതൊരു ഹൈ പിച്ച് സോങ് തന്നെയാണ്. അവിടെ നമ്മൾ കേരളത്തിലെ ഭക്തിഗാന ശാഖയിലേക്ക് വരുമ്പോഴേക്ക് താങ്കളുടെ പേരെടുത്ത് പറയുന്നതാണ്. ഒരുപാട് ഗാനങ്ങൾ, ഒരുപക്ഷെ ഒരുപാട് ദേവനും ദേവിയൊക്കെ വിളിച്ചുണർത്തുന്ന അമ്പലത്തിൽ കേൾക്കുന്ന പാട്ട് താങ്കളുടെ ശബ്ദത്തിലുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അപ്പം എന്നെ ഇപ്പം ഇങ്ങനെയാണ് എനിക്കൊരു ലെവൽ ഉണ്ടെങ്കിലും എന്നെ ശരിക്കും എനിക്കൊരു അതായത് ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയ വേറൊരു മണക്കാട് ഗോപൻ എന്നുള്ളൊരു രീതിയിൽ അറിയപ്പെടുന്ന ഭക്തിഗാനങ്ങൾ കൂടെയാണ്. അത് ആറ്റുകാൽ അമ്മയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. അതിൽ ശ്രീ മഞ്ജു വെള്ളായണിയുടെ രചനയിൽ ആറ്റുകാൽ ഐശ്വര്യ പൂജ, കൈതപ്പൂവുകൾ കനകമൊരുക്കും കിള്ളിപ്പുഴ വരും, കൈതപ്പൂവുകൾ കനകമൊരുക്കും കിള്ളിപ്പുഴയോരം, ആറ്റുകൾ ദേവി വാണരുളിയിടും അമ്പലമൊന്നുണ്ടേ. ഇത് ഭയങ്കര ഹിറ്റായി, 25 വർഷമായി. ഇപ്പോഴും അത് തന്നെയാണ് ഈ ഉത്സവം വരുമ്പോഴത്തേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു നമുക്ക് ഒരുപാട് മൈലേജ് ശരിക്കും ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു. അല്ല, വൈകുന്നേരം നാട്ടുപുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ താങ്കളുടെ ശബ്ദമാണ് കേൾക്കുക. പല പാട്ടുകളും. അതെ അതെ. പിന്നെ കുറെ, പിന്നെ ശ്രീകണ്ഠേശ്വരന്റെ പിള്ളേരുടെ ഒക്കെ കുറെ. ശ്രീകണ്ഠേശ്വരത്തിന്റെ ഒരു നല്ല പാട്ടുണ്ട്. ഒരുപാടെണ്ണം ഉണ്ട്. അതിലൊരു ഫേമസ് ആയ ഓം നമ ശിവായ, ഓം നമ ശിവായ, ദിവ്യനാമമെന്നുമെന്നും ആനന്ദമേ, പഞ്ചരൂപഭൂതമായി എങ്ങും വാഴുമീശനെ, ചെയ്ത പാപം തീരും നിന്റെ നാമം ചൊല്ലവേ. നമോ നമോ മഹേശ്വര ഗിരീശ്വര, നമോ നമോ ശ്രീകണ്ഠേശ്വര. ഓം നമ ശിവായ, ഓം നമ ശിവായ, ദിവ്യനാമമെന്നുമെന്നും ആനന്ദമേ. പിന്നെ അതിനകത്തിന് അഴകാർന്ന രൂപമായി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമേ പാടിയിട്ടുള്ളൂ? അല്ല, എല്ലാം പാടിയിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഈ ഹിന്ദു ഡിവോഷനിലാണ് എനിക്ക് കൂടുതൽ പാടാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ക്രിസ്ത്യൻ ഡിവോഷനിലും മുസ്ലിം ഡിവോഷനിലൊക്കെ പാടിയിട്ടുണ്ട്. ഏകദേശം 1000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അതെ. പക്ഷെ ഞാൻ 30 വർഷമാണെങ്കിലും ഒരു 20 വർഷം ആവുള്ളൂ ഈ റെക്കോർഡിങ്. ആദ്യത്തെ ഒരു 10 വർഷം, 10 ഒരു 20 വർഷത്തിൽ കൂടുതലാവും. ഒരു 95 വരെ പാടിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ലൈവ് സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നു. 96 മുതലാണ് ശരിക്കും ഈ ഓഡിയോ കാസറ്റ് അല്ലെങ്കിൽ CD ആ ഒരു ഡിവോഷണൽ രംഗത്തേക്ക് കൂടുതൽ റെക്കോർഡിങ് മാറ്റങ്ങൾ ഇങ്ങനെ കണ്ടു അല്ലേ? അതെ അതെ. എല്ലാ കാസറ്റ്, CD, പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ യൂട്യൂബിലോട്ട് വന്ന അവസ്ഥയിൽ ഈ ലൈവ് പ്രോഗ്രാം ആയിരുന്നു എൻ്റെ ഒരു മനസ്സിൽ ആദ്യത്തെ ഈ സംഗീത രംഗത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്ക്. അപ്പം അന്നത്തെ കാലത്ത് പ്ലേ ബാക്ക് എന്നൊക്കെ പറയുന്നത് ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ്. അപ്പം ആ രീതിയിൽ നമുക്കൊരു ഗൈഡൻസ് തരാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ കൺമുന്നിൽ ഇവിടുത്തെ ലൈവ് പ്രോഗ്രാംസ്, അപ്പം അത് എൻ്റെ മാക്സിമം നമ്മൾ ഈ വെറൈറ്റി സിംഗർ എന്നുള്ള രീതിയിലായപ്പോഴത്തേക്ക് എ റഹ്മാൻ സാറിൻ്റെ കടന്നുവരവോടുകൂടി ഈ ഒരുപാട് ന്യൂ വോയിസ് പാട്ടുകൾ വന്നു. ഇപ്പോൾ തമിഴ് പാട്ടുകൾ, ഹിന്ദി പാട്ടുകളൊക്കെ പാടുന്ന ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ലേബിളായി. അപ്പം നമ്മളെ പാടാൻ വിളിക്കുന്നത് അങ്ങനത്തെ ഒരു പാട്ടുകൾ പ്രോഗ്രാമിന് അങ്ങനത്തെ പാട്ടുകൾ പാടാനായിരിക്കും. അപ്പോഴത്തേക്ക് ഈ പാട്ടുകളുടെ രീതി മാറി. പല പാട്ടുകളും നമ്മൾ കുറച്ച് മിമിക് ചെയ്ത് പാടേണ്ട പാട്ടുകൾ, നമ്മുടെ ഒറിജിനൽ വോയിസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു കുറച്ചൊരു അനുകരണം കൂടുതൽ കൊടുക്കേണ്ട രീതിയിലുള്ള പാട്ടുകൾ എന്താ പറയുക, ആ രീതിയിലോട്ട് വന്നപ്പം നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു രീതി. എവിടെ ഏത് സ്റ്റേജിൽ പോയാലും സ്ഥിരമായിട്ടൊരു 3-4 പാട്ടുകൾ. അപ്പം നമ്മളിങ്ങനെ തന്നെ പോകും എന്നുള്ളൊരു ഇത് വന്നുകൊണ്ട് ഞാൻ പുതിയ ആ പ്രോഗ്രാമിൻ്റെ ആ ഒരു
കുറച്ചു, ലൈവ് പ്രോഗ്രാം സ്റ്റേജിൽ പോകുക. അങ്ങനെ ഏകദേശം ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് വന്ന ശേഷമാണ് വീണ്ടും പിന്നെ എല്ലാവരുടെയും നിർബന്ധം കാരണം വീണ്ടും പാടാനായിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഈ റെക്കോർഡിങ് രംഗത്തേക്ക് വന്നത്. പിന്നെ സ്വന്തമായിട്ടുള്ള പ്രോഗ്രാം ചെയ്തു തുടങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ ഇത് മാറ്റിയെടുത്തത്. അപ്പോൾ പിന്നെ മലയാളം സോങ്സും നമ്മുടേതായിട്ടുള്ള ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് പാടാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ ഓൺ പ്രോഗ്രാം ആകുമ്പോഴത്തേക്ക്. അങ്ങനെ SPB സാറിൻ്റെ പാട്ടുകൾ കൂടുതൽ ജനങ്ങളുടെ എത്തിച്ച്, അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ SPB സാറിൻ്റെ പാട്ടുകൾ കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പാട്ടുകൾ പാടുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി കേൾക്കാൻ വരുന്നൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഓഡിയൻസ് ഉള്ളപ്പോൾ തന്നെ SPB സാറിന് ഒരു പാട്ടുകാരൻ കേൾക്കുന്നതാണ്, അദ്ദേഹത്തെ മിമിക്രി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, മനഃപൂർവ്വം അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പേരുദോഷം കേട്ടിട്ടില്ല? അത് വരാറുണ്ട്. അത് ചിലവർ അങ്ങനെ എന്നെ അറിയാമെന്നുള്ളവർക്ക് നമ്മളെ ഇപ്പം ഞാൻ ഒരിക്കലും സാറിനെ അങ്ങനെ അനുകരിക്കാനായിട്ടുള്ള ഒരു ഇതല്ല, നമ്മുടെ ഒരു വോയിസ് ടോൺ അങ്ങനെയാണ്. അപ്പം SPB സാറിൻ്റെ പാട്ടുകൾ പാടുമ്പം അറിയാതെ നമുക്ക് ആ ഒരു ടോൺ ചില പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് അത് സാമ്യത വരാറുണ്ട്. അപ്പം അത്രയും ഞാനും ഇതുള്ളൂ. പിന്നെ സാറിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. എന്താ പറയുന്നത്, ഞാൻ പറയില്ല, എൻ്റെ ഒരു മാനസ ഗുരുവായിട്ട് സങ്കല്പിച്ച് ഞാൻ സാറിനെ ഈ സിനിമകളിൽ ഒരു കൂടുതൽ അവസരങ്ങൾ വേണം എന്നുള്ളത് കരുതിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ ലൈവ് എന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഈ ലൈവിൻ്റെ തന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് വീണ്ടും ലൈവിലോട്ട് പാടി തുടങ്ങി. അപ്പോഴാണ് ഈ റെക്കോർഡിങ്സും സ്വന്തമായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ ഫിലിമിലൊക്കെ പാടാനുള്ള അവസരം വരുന്നത്. പിന്നെ കൂടുതലും നമുക്കല്ലാത്ത വർക്കുകളും പ്രോഗ്രാമിൻ്റെയും ഒക്കെ അങ്ങനെ നമ്മൾ എപ്പോഴും ബിസിയായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പോകുമായിരുന്നു. പിന്നെ ഫിലിം അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മൾ പ്ലേ ബാക്കിൽ നല്ല നമുക്ക് പാട്ടുകൾ കിട്ടണമെന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ആഗ്രഹം തന്നെ ഉണ്ട്. അല്ല, നമ്മുടെ വർക്കിനപ്പുറത്തേക്ക് നമുക്ക് അവസരം ചോദിക്കാൻ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല. അത് തെറ്റാണോ? അല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ പൊതുവേ ഒരു അങ്ങനെ ഒരു ക്യാരക്ടറാണ് പൊതുവെ. അങ്ങനെ ഒരു തീരെ അങ്ങനെ ചോദിക്കില്ല. പരിചയമുള്ളവിടത്തൊക്കെ അത്യാവശ്യം നമ്മൾ ഇൻഡയറക്റ്റായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചില വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിയിലൊക്കെ നല്ല മലയാളം പാട്ട് പാടും. പിന്നെ തീർച്ചയായിട്ടും. അപ്പം മലയാളം പാട്ട് SPB സാർ ആദ്യമായിട്ട് ദേവരാമാഷിയുടെ സംഗീതത്തിലാണ് പാടുന്നത്, കടൽപ്പാലത്തിലെ. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ.